ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒന്നും കൂടെ നോക്കണം. ഏരിയ A1, ഇവിടെ ഏരിയ A1 സെമിക്കോളം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഡിക്ലറേഷനിൽ CPP-യിലാണെങ്കിൽ അവിടെ ആ ഒബ്ജക്റ്റ് ഡിക്ലറേഷൻ ആയിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് A1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ സ്റ്റോറേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നൾ വാല്യൂ ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ. അതായത് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം സെമിക്കോളൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരിക അവിടെ ഒരു നൾ വാല്യൂ ക്രിയേഷനേ ആകുന്നുള്ളൂ, അലോക്കേഷൻ ആകുന്നില്ല. ഇവിടെ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏരിയ A1 ഈക്വൽ ടു ന്യൂ ഏരിയ കൺസ്ട്രക്ടർ ആണ്. ശ്രദ്ധിക്കണേ, ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം എന്നുള്ളത് ഏരിയ A1 ഈക്വൽ ടു ന്യൂ ഏരിയയിൽ ഇവിടെ A1-ലെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റ് സൈഡ് ആൻഡ് ഇൻറ്റ് ലെങ്ത്. ഓക്കെ ആയോ? ഒബ്ജക്റ്റിലും വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് ആ വേരിയബിൾ ആയിരിക്കുമല്ലോ. ഇപ്പം A1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ A1-ൽ സൈഡും ലെങ്തും ഒരു കോപ്പി വരുന്നു. ഇനി A2 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ A2-നും ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിൽ ആ A2-ന്റെ മെമ്മറി ലൊക്കേഷനിലും വേറൊരു സൈഡും ലെങ്തും ഉണ്ട്. അപ്പോൾ നമ്മൾ A1-ന്റെ സൈഡും ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ്, അതായത് നമ്മൾ നേരത്തെ ഒരു ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ റോൾ നമ്പർ 1 ആണെങ്കിൽ ആ 1-ന്റെ നെയിം അഡ്രസ്സ്, 2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും അഡ്രസ്സും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ ഒബ്ജക്റ്റിനും മെമ്മറി ലൊക്കേഷനും ഉണ്ട്. ആ ഓരോ ലൊക്കേഷനിലും നമ്മുടെ ഈ വേരിയബിൾസിൻ്റെ ഓരോ കോപ്പി സ്റ്റോർ ആകുന്നു. ഇനി നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും ആക്സസ് ചെയ്യുക ഈ ഓരോ ഒബ്ജക്റ്റിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ വേരിയബിളിനെ ആയിരിക്കും. സിൻടാക്സ് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് വേണേലും കൊടുക്കാം. ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽസ് ന്യൂ, നമ്മൾ ആ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന പോലെ എങ്ങനെ വേണേലും കൊടുക്കാം. ഒന്നീ കമ്പൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഡിക്ലറേഷൻ സെപ്പറേറ്റ് ചെയ്ത് വേണേലും ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ഡെഫിനിഷൻ എല്ലാം കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ, എ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് with a template that serves to define its properties. Then a class defines new data types. Once defined, this new data type can be used to create object of that type. Class is a template for an object and object is the instance of the class. നമ്മൾ സമ്മറിയാണ് ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനെയും കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നും കൂടെ പറയാം. ക്ലാസ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിം ഈക്വൽസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽസ് ന്യൂ ക്ലാസ് നെയിം കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് മെമ്മറി അലോക്കേഷൻ ആകുക, അല്ലെങ്കിൽ അതിനകത്തൊരു നൾ വാല്യൂ ആയിരിക്കും അതിലേക്ക് പോയിന്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും ഓരോ ഒബ്ജക്റ്റിലും ആ ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് പോയിന്റ് ചെയ്യേണ്ടത്. അങ്ങനെ വേണമെങ്കിൽ മാത്രമേ അതൊരു ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് ഫങ്ഷനാലിറ്റിയിലേക്ക് വരുള്ളൂ. നോക്കി, ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് സിമ്പിളായിട്ട് എടുത്തിരിക്കുകയാണ്. ക്ലാസ് അതിൻ്റെ സിൻടാക്സും കൂടെ നോക്കിക്കോ. ക്ലാസ് നെയിം ദെൻ ഡാറ്റ ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 2. എത്ര എണ്ണം ഉണ്ടോ നിങ്ങൾ അത്രയും വേരിയബിൾസ് കൊടുക്കുക. പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യല്ലേ, ഇവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾ n വരെ കൊടുത്തിട്ട് ക്ലോസിങ് ഇല്ല, ബ്രേസസ് ക്ലോസ് ചെയ്യുന്നില്ല. ദെൻ ഡാറ്റ ടൈപ്പ് മെത്തേഡ് നെയിം 1 പാരാമീറ്റർ ലിസ്റ്റ് ബോഡി ഓഫ് ദ മെത്തേഡ്. ദെൻ ഡാറ്റ ടൈപ്പ് മെത്തേഡ് നെയിം 2 പാരാമീറ്റർ ലിസ്റ്റ് ബോഡി ഓഫ് മെത്തേഡ് 2. ദെൻ എക്സെട്ര എത്ര മെത്തേഡ് ഉണ്ടോ അത്രയും. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ബോഡി ഓഫ് മെത്തേഡ് 1 ഞാനിവിടെ ക്ലാസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടാണ് ക്ലോസിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ മെത്തേഡുകളാണ്. ഇതിനകത്ത് ഇപ്പം 3 മെത്തേഡ് ഉണ്ടല്ലേ, മെത്തേഡ് 1, മെത്തേഡ് 2, മെത്തേഡ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൻ്റെ ഒക്കെ ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ്സും കൊടുക്കാം, ഔട്ട്സൈഡ് ദ ക്ലാസ് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതതിൻ്റെ ഒരു ജനറൽ സിൻടാക്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ആ ബോഡി അകത്തും പുറത്തും ക്ലാസ്സിനകത്തും പുറത്തുമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ഡീപ്പായിട്ട് പുറകെ പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ ഒരു ക്ലാസ് നെയിമിന് ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനകത്ത് വേണ്ട മെത്തേഡ് നെയിം, ദെൻ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്,
ആ മെത്തേഡിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. ദെൻ ആ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു. ഇത് നമ്മളിനി മെയിൻ ഉണ്ടെങ്കിൽ വേറൊരു ക്ലാസ്, ആ ക്ലാസ് നെയിം കൊടുത്ത് നമ്മുടെ മെയിൻ എഴുതി ആ മെയിനിലേക്കായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൻ്റെ നെയിം അവിടെ ആ പ്രോഗ്രാമിൻ്റെ നെയിമായിട്ട് സേവ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ അത് ക്ലിയർ ആകുമായിരിക്കും. ഇത് വേറൊരു എക്സാമ്പിളാണ്. ക്ലാസ് കൺട്രി, അതിനകത്തുള്ള വേരിയബിൾസ് ആണ് ലോങ്, പോപ്പുലേഷൻ, ഫ്ലോട്ട്, കറൻസി റേറ്റ്, ഇൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കൺട്രി എന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ക്ലാസ് നെയിം. അതിൻ്റെ ഒബ്ജക്റ്റിലെ ഡിക്ലറേഷനാണ് ജപ്പാൻ എന്ന് കൊടുത്തു. ജപ്പാന് അതിനെ ക്രിയേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ ജപ്പാൻ ഈക്വൽസ് ന്യൂ കൺട്രി കൺസ്ട്രക്ടർ യൂസ് ചെയ്തു. ഇങ്ങനെ വേണേലും കൊടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ സിംഗിൾ സ്റ്റെപ്പിൽ കൺട്രി ജപ്പാൻ ഈക്വൽസ് ന്യൂ കൺട്രി. ഇതെല്ലാം ഒരു ഒബ്ജക്റ്റ് ക്രിയേഷന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണോ നമ്മൾ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്നുള്ളതാണ് അതിൻ്റെ സിൻടാക്സ്. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം, ഇതാണ് നമ്മൾ അതിനെ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനുള്ള സിൻടാക്സ്. ഒരു ക്ലാസ്സിനകത്തുള്ള വേരിയബിളിനെ നമുക്ക് വേറൊരു രീതിയിലും ആക്സസ് ചെയ്യത്തില്ല. നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു പോയിന്റ് എന്താ, ഡാറ്റ ഹൈഡിങ് അല്ല ഡാറ്റ സെക്യൂരിറ്റി. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് അതിനകത്ത് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേറെ ആർക്കും അത് പോയി എടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്സിൻ്റെ ഒരു ഫീച്ചറും കൂടെ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ ക്ലാസ്സിൻ്റെ നെയിം റെക്റ്റാങ്കിൾ എന്നാണ്. ക്ലാസ് റെക്റ്റാങ്കിൾ. ഇതിനകത്ത് വേരിയബിൾസ് ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇൻറ്റ് ലെങ്ത് കോമ വിഡ്ത്ത്, 2 വേരിയബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒരു മെത്തേഡ് എന്ന് പറയുന്ന വോയിഡ് റിട്ടേൺ ടൈപ്പ് ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്നതാണ് മെത്തേഡ് നെയിം. പിന്നെ അതിൻ്റെ ആ പാരാമീറ്റർ ആയിട്ട് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ, 2 പാരാമീറ്റർ എക്സ് ആൻഡ് വൈ ഇൻറ്റിജർ ടൈപ്പാണ്. ആ മെത്തേഡിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലെങ്ത് ഈക്വൽ ടു എക്സ്, വിഡ്ത്ത് ഈക്വൽ ടു വൈ. അതായത് നമ്മുടെ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിലെ 2 ഇൻസ്റ്റൻസ് വേരിയബിൾ ഏതൊക്കെയാണ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ആ മെത്തേഡിലെ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടുന്നത് ലെങ്തിനും വിഡ്ത്തിനുമായിട്ട് കൊടുക്കും. ഇനി വേറൊരു മെത്തേഡും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്താണ്, നെക്സ്റ്റ് ഒരു മെത്തേഡ് ഇതാ ഇവിടെ ഇൻറ്റ് റിട്ടേൺ ടൈപ്പ്. മെത്തേഡിൻ്റെ പേര് റെക്റ്റ് ഏരിയ. ഇൻറ്റ് റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇൻറ്റ് റെക്റ്റ് ഏരിയയിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻറ്റ് ഏരിയ ഈക്വൽ ടു ലെങ്ത് സ്റ്റാർ വിഡ്ത്ത് ദെൻ റിട്ടേൺ ഏരിയ. ആദ്യത്തെ മെത്തേഡ് ഗെറ്റ് ഡേറ്റ, നമ്മൾ ഗെറ്റ് ഡേറ്റ സീൻ ചെയ്യുന്ന പോലെ തന്നെ വാല്യൂ റീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് ഒരു കാൽക്കുലേഷൻ പാർട്ടാണ് റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന മെത്തേഡിൽ. അതിനകത്ത് ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെത്തേഡിനകത്ത് ഈ ഏരിയ എന്ന് പറയുന്ന വേരിയബിള് നമ്മുടെ ക്ലാസ്സിനകത്തുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ല. ഈ റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഒരു വേരിയബിളാണ് ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ സ്റ്റോർ ചെയ്യുക, ലെങ്ത് സ്റ്റാർ വിഡ്ത്ത്. നമ്മുടെ ആ ലെങ്തിൻ്റെയും വിഡ്ത്തിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ പ്രോഡക്റ്റ് ആണ് ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഏരിയ ആണ്. കാരണം ഇനി റിട്ടേൺ ടൈപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻറ്റ് റെക്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 മെത്തേഡ്. ഇനി ഈ ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം റെക്റ്റാങ്കിളിനകത്ത് എന്തൊക്കെയാണ് ഉള്ള, ക്ലാസ്സിനകത്ത് 2 ഇൻസ്റ്റൻസ് വേരിയബിൾ ലെങ്തും വിട്ടും. ദെൻ ഒരു 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഏതാ, ഗെറ്റ് ഡേറ്റ. അതിന് പാരാമീറ്റേഴ്സ് ആയിട്ട് എക്സും വൈയും ഇൻറ്റിജർ ടൈപ്പ്. പിന്നെ ഒരു മെത്തേഡാണ് റെക്റ്റ് ഏരിയ. അത് ലെങ്തും വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് റിട്ടേൺ ചെയ്യുന്നു. ഇത് 2ഉം കൂടി, ഇത്രയും കണ്ടന്റാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ളത്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് വരികയാണ്. കണ്ടോ, ക്ലാസ് റെക്റ്റ് ഏരിയ. മറ്റേ ക്ലാസ്സിൻ്റെ പേരെന്താ, റെക്റ്റാങ്കിൾ എന്നാണ്. ഈ മറ്റേ ഫ്രണ്ട് മുകളിലത്തെ ക്ലാസ്സിൻ്റെ പേരെങ്കിൽ ഇത് റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ മെയിൻ എഴുതി. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് ഞാൻ 2 വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് ഏരിയ 1 കോമ ഏരിയ 2. എത്ര എണ്ണം വേണേലും ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ 2 ലോക്കൽ വേരിയബിളായിട്ട് ഏരിയ 1നെ ഏരിയ 2നെ ഡിക്ലെയർ ചെയ്തു.
ഇനി ഞാൻ ദേ ഇവിടാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ്? നമ്മുടെ ആ റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് rect1 ഈക്വൽസ് ന്യൂ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ടർ. കണ്ടോ? ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ rect1 ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഗെറ്റ് ഡേറ്റ, rect1 ഡോട്ട് ഗെറ്റ് ഡേറ്റ ആ മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുകയാണ്. അവിടെ 2 പാരാമീറ്റർ 10 and 20 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ആ മെത്തേഡിന് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങോട്ടാണ് പോവുക? ഗെറ്റ് ഏരിയ എന്ന് പറയുന്ന ഗെറ്റ് ഡേറ്റ എന്ന് പറയുമ്പം നമ്മുടെ ലെങ്തിന് എന്ത് കിട്ടി? 10ഉം കിട്ടി, വിഡ്ത്തിന് എത്ര കിട്ടി? 20ഉം കിട്ടി. കാരണം ഗെറ്റ് ഡേറ്റയിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ എക്സും വൈയും ലെങ്തിനും വിഡ്ത്തിനും അസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലെങ്തിൻ്റെ വാല്യൂ 10ഉം വിഡ്ത്തിൻ്റെ വാല്യൂ 20ഉം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഏരിയ 1 ഈക്വൽ ടു rect1 ഡോട്ട് ഏരിയ. rect1 ഡോട്ട് റെക്റ്റ് ഏരിയ എന്നാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, ഏരിയ അല്ല. ഒരു സെക്കൻഡ്, അതൊന്ന് ഇവിടെ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. rect1 ഡോട്ട് റെക്റ്റ് ഏരിയ എന്നാണ് വരുന്നത്. ആ മെത്തേഡിനെയാണ് കോൾ ചെയ്യേണ്ടത്. ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. rect1 ഡോട്ട് ഗെറ്റ് ഡേറ്റ ഓക്കെ ആണ്. ഇവിടെ rect1 ഡോട്ട് ഏരിയ അല്ല, നമ്മുടെ മെത്തേഡ് നെയിം റെക്റ്റ് ഏരിയ എന്നാണ്. ഈ മുകളിലത്തെ ഈ മെത്തേഡ് നെയിം ആണ് റെക്റ്റ് ഏരിയ ആണ് കേട്ടോ. നിങ്ങളത് കറക്റ്റ് ചെയ്തോണേ. rect1 ഡോട്ട് റെക്റ്റ് ഏരിയ ഇതാണ് കോൾ ചെയ്യുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്തും വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏരിയ റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏരിയയിലോട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് റിട്ടേൺ ഏരിയ, അത് ഏരിയ 1ലേക്ക് സ്റ്റോർ ആകും. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് റെക്റ്റ് ഏരിയ ആണ് കേട്ടോ, ഏരിയ അല്ല. ചെറിയൊരു മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. ദെൻ ആ ഏരിയ 1ലേക്ക് ആ വാല്യൂ ഇവിടെ, അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്നിടത്തോട്ട് അത് റിട്ടേൺ ആകുമല്ലോ, റിട്ടേൺ ടൈപ്പ് ഉള്ളതുകൊണ്ട്. ദെൻ ആ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൈസസും കൂടെ ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ അതൊന്നും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലായി കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. എഴുതുമ്പോൾ ഇത് ഈ പോർഷൻ റെക്റ്റ് ഏരിയ എന്നുള്ളതാണ്. നമ്മുടെ മെത്തേഡ് നെയിം എഴുതണം, ഈ സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. ഇത് ഞാൻ ചെയ്ത് കാണിക്കാം അടുത്ത ക്ലാസ്സിൽ. ഇത് ഇവിടുത്തെ ഒരു പരാന്തസിസ്, ഇത് ക്ലോസിങ് പോയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.